മഞ്ഞുരുകുന്നില്ല എന്ന് പറയുമ്പോഴും മന്ത്രിസഭാ രൂപീകരണത്തിൽ നാളെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത്. നാളെ 2 മണിക്ക് പട്ടിക ഗവർണർക്ക് കൈമാറുമെന്നും പറഞ്ഞിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. Good going on the bilateral talks. Nothing to say. Okay. So, sorry. Discussions will continue tomorrow? No, discussions are over. When will the list of the ministers will be? Tomorrow by 2 o'clock. Tomorrow by 2 o'clock we will give it to the governor. റിനു, ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ മഞ്ഞുരുകാത്ത ഇടങ്ങളുണ്ട്. ഇപ്പോൾ റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസഫ് വിഭാഗം അടക്കം ഇടഞ്ഞു നിൽക്കുകയാണ്. 2 സീറ്റ് വേണമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ദീപാദാസ് മുൻഷി പറയുകയാണ് നാളെ 2 മണി പട്ടിക ഗവർണർക്ക് കൈമാറുമെന്ന്. തീർച്ചയായും നാളെ 2 മണിക്ക് അന്തിമ പട്ടിക ഗവർണർക്ക് കൈമാറും. മറ്റന്നാൾ പൂർണ്ണമായിട്ടുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ദീപാദാസ് മുൻഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത്. അപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെയും ഒപ്പം ലീഗിനെയും അനുനയിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ ഇവരെയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം രമേശ് ചെന്നിത്തലയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നാളെ ഒരു പകലുണ്ട്, പകുതി പകലുണ്ട്. ആ പകുതി പകലിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. വി.ഡി. സതീശൻ അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി KPCC ആസ്ഥാനത്ത് നിന്ന് കന്റോൺമെന്റ് ഹൌസിലേക്ക് മടങ്ങിയത്. ചർച്ചകൾ തുടരുകയാണ്. KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഈ IC ബാലകൃഷ്ണനെ ഉൾപ്പെടെ വിഷ്ണുനാഥിനെ ഉൾപ്പെടെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് മന്ത്രിമാരായി തീരുമാനിച്ചവരെയും അതായത് വിട്ടുനിൽക്കുന്നവരെയും ലഭ്യമാണെന്ന് പ്രതീക്ഷിച്ചെത്തിയവരെയും എല്ലാവരുമായി ചർച്ച നടത്തുകയാണ്. എന്തായാലും അന്തിമമായിട്ടുള്ള ഒരു പട്ടിക നാളെ 2 മണിക്ക് മുമ്പ് ഗവർണർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ടീം UDF എന്ന് പറഞ്ഞ് മത്സര രംഗത്തേക്ക് എത്തി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെത്തി. പക്ഷേ മുഖ്യമന്ത്രി തീരുമാനിക്കാനെടുത്ത കാലതാമസം നമ്മൾ കണ്ടതാണ്. പക്ഷേ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു കാലതാമസം അതും വൈകുമോ എന്നുള്ളതാണ് സംശയം. എന്തായാലും വൈകില്ല, നാളെ 2 മണിക്ക് അന്തിമ പട്ടിക നൽകാനാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ ചർച്ചയാണ്, മാരത്തോൺ ചർച്ചയാണ് UDF-ൽ തുടങ്ങിയത്. ആ ചർച്ച ഇങ്ങനെ കഴിഞ്ഞ് വലിയ വിജയം നേടി. പിന്നെ അങ്ങോട്ട് ചർച്ചയുടെ മേളം തന്നെയായിരുന്നു. ആ ചർച്ച ഇപ്പോൾ നാളെ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ റിനു സൂചിപ്പിച്ച പോലെ തന്നെ നാളെ ഉച്ചവരെ സമയമുണ്ട്. ആ ചർച്ച അവിടം വരെ പോകാം. 2 മണിക്ക് ഗവർണറെ കാണുമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആരൊക്കെയായിരിക്കും ആ മന്ത്രിസഭാ പട്ടികയിൽ ഉള്ളത് എന്ന് നമുക്ക് നാളെ 2 മണിക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.